നമുക്കിന്നൊരു ഹണി ബീനെ ഉണ്ടാക്കിയാലോ? നല്ല ക്യൂട്ടായിട്ട് നമുക്ക് കയ്യിൽ റിങ് പോലെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഹണി ബീനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 സർക്കിൾസ് വേണം. ഞാനിപ്പോൾ യെല്ലോ കളറിൽ ചാർട്ട് പേപ്പർ ഒരു ചെറിയ സർക്കിളും പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി വലിയ സർക്കിളുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് വലിയ സർക്കിളിൻ്റെ മേലെ ചെറിയ സർക്കിൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പശയൊക്കെ എല്ലായിടത്തും വാരി തേച്ച് അത് വൃത്തികേടാക്കരുത് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതുപോലെ 3 ചെറിയ ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പർ വീതി കുറച്ച് മുറിച്ചെടുത്ത ഇതുപോലത്തെ പീസ് വേണം. അങ്ങനെ 3 പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ പീസ് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഇനി ഇതിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ പീസ് ഇവിടെ വെച്ചു, രണ്ടാമത്തെ പീസ് ഇവിടെ വെച്ചു, മൂന്നാമത്തെ പീസ് ഈ താഴത്തെ ഭാഗത്തും വെച്ചു. ബാക്കി പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ ഒരു പാർട്ടുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആദ്യമേ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ നല്ല നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. ഇനി നമുക്ക് ഇതുപോലെ 2 കണ്ണ് കൂടി വേണം കേട്ടോ. നമ്മൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ കണ്ണ് ഇതുപോലെ വരച്ചെടുത്താലും മതി. തൽക്കാലത്തേക്ക് ഞാനിത് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന കടയിൽ ഇത് നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതിന് വളരെ ചെറിയ പൈസയേ വരുന്നുള്ളൂ, 2 രൂപ എന്തോ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇനിയൊരു നല്ല ഭംഗിയുള്ള ഒരു ചുണ്ട് വരച്ച് കൊടുത്തു. ക്യൂട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് കളറിലെ ചീക്സ് കൂടി ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്തു, റെഡ് കളറ്. ഇനി നമ്മൾ ഇതുപോലൊരു വൈറ്റ് പേപ്പർ കൂടി നമ്മൾ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ നമ്മൾ ഈ വൈറ്റ് പേപ്പർ കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് 2ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ഫോൾഡ് ചെയ്തതിൻ്റെ ഒരു സൈഡിൽ മാത്രം നമ്മൾ പശ തേച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ 2 കൊമ്പുകൾ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ 2 വീതി കുറച്ച ബ്ലാക്ക് ചാർട്ട് പേപ്പർ മുറിച്ചെടുത്തത് ഇതുപോലെ പശ തേച്ച് കൊടുത്ത് നമ്മൾ അവയുടെ തലയുടെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അറ്റത്ത് 2 യെല്ലോ കളറിലെ ഒരു ഡോട്ട് കൂടിയുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കൂട്ടുന്നൊരു ലെവലാണ് കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെറിയ 2 സർക്കിൾസ് കൂടി യെല്ലോ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളുടെ ഹണി ബീയുടെ നീണ്ട ഒരു കൊമ്പുണ്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ അവ നമ്മൾ കുത്തുക. അതുകൂടി നമ്മൾ ഇതുപോലെ ചെറിയൊരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു, നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾക്ക് റിങ്ങാണ് വേണ്ടത്. റിങ്ങിന് വേണ്ടി നമ്മളുടെ വിരലിനനുസരിച്ചിട്ടുള്ള ചാർട്ട് പേപ്പർ അതിൻ്റെ നീളം നോക്കി മുറിച്ചെടുത്തിട്ട് ഇതുപോലെ 2 അറ്റവും കൂടി അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മളുടെ വിരലിൽ ഇടാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ വിരലിൻ്റെ സൈസ് നോക്കിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും പാകമുള്ള രീതിയിൽ നമ്മൾക്കിത് മുറിച്ച് നമ്മളുടെ കൈകളിൽ അണിയാൻ പറ്റും. പിന്നെ ഇതുപോലെ നമ്മൾ ഇവിടെ കൂടി പശ തേച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഹണി കുട്ടനെ അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ടൈറ്റാക്കി അത് ഒട്ടിയതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ കൈവിരലുകളിൽ ഇതുപോലെ അണിയാവുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? ഇതെത്ര സെക്യൂർ ആണെന്ന് നോക്കൂ, എന്ത് ഭംഗിയായിട്ടിരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കിയിട്ട് ചേച്ചിയോട് പറയണം ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത്. ബായ്.